100 ആവശ്യങ്ങൾ അല്ലാഹു തആല നമുക്ക് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ നിർവഹിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് ചൊല്ലുമ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതണം. ഏത്? പടച്ചോനെ, എന്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം, എന്റെ വിഷമ പ്രയാസങ്ങൾ, എന്റെ സങ്കടങ്ങൾ, രോഗങ്ങൾ മാറ്റി തരണം. ഞാനിതാ മുത്ത് റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കോ കേട്ടോ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വസല്ലം. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും നീ ഗുണവും ലക്ഷ്യം സമാധാനമൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് ഏകദേശം അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വലാത്തിന്റെ ഗുണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൂടെ. സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ നിർവഹിച്ചവരായി മാറുന്നു. ഒരുപാട് നിഅമത്ത് അള്ളാഹു തആല അവനിക്ക് കൊടുക്കുമെന്നാണ്. 10 പദവികൾ ഉയർത്തിക്കൊടുക്കും, 10 ഗുണങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുന്നു, 10 പാപങ്ങൾ നമ്മുടെ പൊറുക്കപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അവൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. അതിൽ 30 ആവശ്യങ്ങൾ ദുനിയാവിലെ, 70 ആവശ്യങ്ങൾ